ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. 10,000 രൂപയ്ക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സെറ്റാണ് റെഡ്മി നോട്ട് 8 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ വീഡിയോയിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, റിയൽമി 3 പ്രോ വില കുറച്ചിട്ടുണ്ട് റിയൽമി. പ്രത്യേകിച്ച് ആ ഒരു ഓഫർ ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ഒരു ഓഫർ ടൈമിലായിരിക്കും ഇത്രയും പ്രൈസിൽ കുറച്ചിട്ട് റിയൽമി 3 പ്രോ ഇറക്കുന്നത്. അത് കഴിഞ്ഞാൽ പ്രൈസ് കൂടും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റെഡ്മി നോട്ട് 8ൻ്റെ അതേ പ്രൈസ് തന്നെയാണ് ഇപ്പോഴും റിയൽമി 3 പ്രോക്ക് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, 10,000 രൂപയ്ക്ക് ഇപ്പോൾ ബെസ്റ്റ് സെറ്റ് ഏത് എന്ന്. റെഡ്മി നോട്ട് 8 ആണോ അതോ റിയൽമി 3 പ്രോ ആണോ? അതാണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മളെന്നും ചർച്ച ചെയ്യുന്ന അതേപോലെ തന്നെ ബിൽഡ് ആൻഡ് ഡിസൈനിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ബിൽഡ് ആൻഡ് ഡിസൈനിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്, റെഡ്മി നോട്ട് 8ൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് റെഡ്മി നോട്ട് 8നുണ്ട്. റിയൽമി 3 പ്രോയുടെ കേസിൽ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 തന്നെയാണ്, പക്ഷേ ബാക്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ കുറച്ചൊരു അഡ്വാൻറ്റേജ് റെഡ്മി നോട്ട് 8നുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ള ഡിസ്പ്ലേ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. LCD ഡിസ്പ്ലേ ആണ്, നോച്ചുള്ള ഡിസ്പ്ലേ ആണ്. കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല രണ്ടും തമ്മിൽ. പക്ഷേ ഒരു ബ്രൈറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ ഒരു ഇച്ചിരി മുൻതൂക്കം ഉള്ളത് റെഡ്മി നോട്ട് 8നാണ്. വലിയൊരു കാര്യമാക്കിയൊന്നും എടുക്കണ്ട, ഡിസ്പ്ലേ കാര്യത്തിൽ നമുക്ക് ഓൾമോസ്റ്റ് സെയിം എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ OS അതുപോലെ തന്നെ യൂസർ ഇൻ്റർഫേസ് കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ടിലും നമുക്ക് ആൻഡ്രോയിഡ് 9 ആണ് വരുന്നത്. പക്ഷേ യൂസർ ഇൻ്റർഫേസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റെഡ്മി നോട്ട് 8ൽ നമുക്ക് MIUI ആണ്. റിയൽമി 3 പ്രോയുടെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ColorOS 6 ആണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് യൂസർ ഇൻ്റർഫേസ് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഫ്യൂച്ചർ പാക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ട് യൂസർ ഇൻ്റർഫേസിലും. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ MIUIയിൽ കുറച്ച് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു MIUIയുടെ കേസ് എടുക്കുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഒരുപാട് കുറച്ചിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്താൽ അഡ്വർടൈസ്മെൻറ്റ് തീരെ വരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ MIUIയിൽ കണ്ടുവരുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ നമുക്ക് OSൻ്റെ കാര്യത്തിൽ കാര്യമായിട്ട് അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പേഴ്സണൽ ഒപ്പീനിയനായിട്ട് നിങ്ങൾക്ക് MIUI ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇവിടെ റെഡ്മി നോട്ട് 8ന് ഒരു പ്ലസ് കൊടുക്കുക. അതല്ല നിങ്ങൾ ColorOS ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ റിയൽമിക്ക് ഒരു മാർക്ക് കൊടുക്കുക. പ്രൊസസ്സറിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ മാറ്റമുണ്ട്. നമുക്ക് റിയൽമി 3 പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ള പ്രൊസസ്സറാണ്. റെഡ്മി നോട്ട് 8ലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 665 എന്നുള്ള പ്രൊസസ്സറാണ്. ഈ സ്നാപ്ഡ്രാഗൺ 710നെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള കോറുകളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊസസ്സർ സ്പീഡിലും അതുപോലെ തന്നെ ഇനി GPU കാര്യത്തിൽ അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാര്യത്തിലേക്ക് വരുമ്പോഴും നമുക്ക് റിയൽമി 3 പ്രോയിലെ ആ ഒരു ഗ്രാഫിക്സ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അതായത് ഗെയിമിങ്ങിനും അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നത് റിയൽമി 3 പ്രോയുടെ സ്നാപ്ഡ്രാഗൺ 710 എന്നുള്ള പ്രൊസസ്സറാണെന്ന് പറയാൻ സാധിക്കും. ക്യാമറ കാര്യത്തിലേക്ക് വരുമ്പോൾ റിയൽമി 3 പ്രോയിൽ നമുക്ക് സോണിയുടെ IMX519 എന്നുള്ള സെൻസറാണ്. അതായത് OnePlus 60 ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന അതേ സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി സെൻസറാണ്. നല്ല ഡൈനാമിക് റേഞ്ച് കൂടിയ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് റെഡ്മി നോട്ട് 8ൻ്റെ കേസിലേക്ക് വരുമ്പോൾ സാംസങ്ങിൻ്റെ GM1 എന്നുള്ള ഒരു സെൻസറാണ്. 48 മെഗാ പിക്സൽ സെൻസറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഡീറ്റെയിലിൻ്റെ കാര്യത്തിൽ റെഡ്മി നോട്ട് 8നാണ് ഒരു മുൻഗണന ഉള്ളത്. പക്ഷേ ഡൈനാമിക് റേഞ്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് റിയൽമി 3 പ്രോയിലാണ്. അപ്പോൾ മെയിൻ ക്യാമറ ക്വാളിറ്റി നോക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് ഒരു വലിയൊരു മാറ്റം ഉണ്ട് എന്നൊന്നും പറയാൻ സാധിക്കില്ല. രണ്ട് ക്യാമറക്കും രണ്ട് ക്യാരക്ടർ എന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ റിയൽമി 3 പ്രോയിലാണ് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള സെൽഫി ക്യാമറ തരുന്നത്. ഇനി ക്യാമറ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അതായത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതേപോലെ തന്നെ മാക്രോ ക്യാമറ, പിന്നെ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ റെക്കോർഡിംഗ്, ഇതൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ തരുന്നത്. അതായത് 4 ക്യാമറ ഉണ്ട് റെഡ്മി നോട്ട് 8ൽ. അപ്പോൾ ക്യാമറ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ റെഡ്മി നോട്ട് 8നാണ് ഒരു മുൻഗണന ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ക്യാമറ കാര്യത്തിനെ കുറിച്ച് നമുക്ക് പൊതുവായിട്ട് പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ള സ്ലോ മോഷൻ കാര്യങ്ങളൊക്കെ രണ്ട് ഫോണിലും അവൈലബിൾ ആണ്. ഇനി ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ രണ്ടിലും ഏകദേശം 4000 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ കുറച്ചൊരു പ്രൊസസ്സർ പെർഫോമൻസ് കുറവുള്ള റെഡ്മി നോട്ട് 8 ആണ് കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, വലിയൊരു മാറ്റം എന്നൊന്നും പറയുന്നില്ല. പിന്നെ ഫാസ്റ്റ് ചാർജർ രണ്ട് ഫോണിലും വരുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് നടക്കുന്നത് റിയൽമി 3 പ്രോയിലാണ് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ബാറ്ററി കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റുള്ള കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് IR ബ്ലാസ്റ്റർ സെൻസർ റെഡ്മി നോട്ട് 8ൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ LED നോട്ടിഫിക്കേഷൻ ലൈറ്റും റെഡ്മി നോട്ട് 8ൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ രണ്ടിലും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന രീതിയിലാണ്. അത് ടഫ് കോമ്പറ്റീഷനാണ് എന്ന് പറയാൻ സാധിക്കും.
പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് 4GB റാം 64GB ഇൻ്റർണൽ മെമ്മറിയുള്ള ആ വേർഷന് വില വരുന്നത് 10,000 രൂപയാണ് രണ്ട് ഫോണിനും. അതുപോലെ തന്നെ രണ്ടാമത്തെ വേരിയൻറ്റ് 6GB റാം 128GB ഇൻ്റർണൽ മെമ്മറി വരുന്ന ആ വേർഷനുണ്ട്. അതിന് വില വരുന്നത് 13,000 രൂപയാണ്. അപ്പോൾ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലും സെയിമാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് പറയുമ്പോൾ റിയൽമി 3 പ്രോയുടെ മെച്ചം പറയുമ്പോൾ ഒന്നാമത്തെ മെച്ചമാണ് അതിൻ്റെ പ്രൊസസ്സറാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു മെച്ചമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ സെൽഫി ക്യാമറ, പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു ഫാസ്റ്റ് ചാർജർ. ഇനി നമുക്ക് റെഡ്മി നോട്ട് 8ൻ്റെ മെച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ക്യാമറ ഫീച്ചേഴ്സ് ഉള്ളൊരു ഫോണാണ് റെഡ്മി നോട്ട് 8. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് ഒരു ഇച്ചിരി മുൻതൂക്കം കൊടുക്കാൻ പറ്റും റെഡ്മി നോട്ട് 8ന്. പിന്നെ ബെറ്റർ ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, IR ബ്ലാസ്റ്റർ സെൻസർ, LED നോട്ടിഫിക്കേഷൻ ലൈറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ രണ്ട് ഫോണും തമ്മിലുള്ള ഓവറോൾ കമ്പാരിസൺ നമുക്ക് നോക്കുമ്പോൾ. ഇപ്പോൾ ഇതിൽ നിന്നും ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഫോണ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ചാനലിന് ചെറിയ രീതിയിലുള്ള ഒരു സഹായമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.